ആദ്യ തെരഞ്ഞെടുപ്പ് സംവാദത്തിലെ മികവ് നൽകിയ ആത്മവിശ്വാസത്തിലാണ് അടുത്ത സംവാദത്തിന്റെ വിഷയമായ വിദേശനയത്തിൽ മിറ്റ് റോംനി ആക്രമണത്തിനൊരുങ്ങുന്നത്. ഇറാന്റെ ആണവ വിഷയത്തിൽ ഒബാമയ്ക്കെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ പ്രസ്താവനകൾ വാർത്തയായതൊഴിച്ചാൽ വിദേശനയങ്ങൾ ഈ ഘട്ടം വരെ തെരഞ്ഞെടുപ്പ് വിഷയമായിട്ടില്ല. വേൾഡ് ട്രേഡ് സെന്റർ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലമാണ് ഇവിടം. ന്യൂയോർക്കിൽ ഇവിടം ഇപ്പോൾ ദേശീയ സ്മാരകമായി സംരക്ഷിക്കപ്പെടുകയാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനുള്ളിൽ രാജ്യത്തുണ്ടായ സമൂലമായ സാമ്പത്തിക മാറ്റങ്ങൾ അമേരിക്കൻ ജനതയുടെ കാഴ്ചപ്പാടുകളെയും മാറ്റിമറിച്ചിരിക്കുന്നു. രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിക്കൊണ്ടുള്ള സേനാ വിന്യാസങ്ങൾ വേണ്ടെന്ന നിലപാടാണ് ഭൂരിപക്ഷം അമേരിക്കക്കാർക്കുമുള്ളത്. ലിബിയയിലെ അമേരിക്കൻ എംബസിക്ക് നേരെയുണ്ടായ ആക്രമണവും അറബ് രാജ്യങ്ങളിലെ സംഘർഷവും കൈകാര്യം ചെയ്തതിൽ ബരാക് ഒബാമയ്ക്ക് വീഴ്ച പറ്റിയെന്നും തന്മൂലം ദേശീയ സുരക്ഷ ഉറപ്പാക്കാൻ ഒബാമയ്ക്ക് കഴിയില്ലെന്നും സമർത്ഥിക്കാൻ റോംനി ശ്രമിക്കും. എന്നാൽ ഒബാമയുടെ നയങ്ങളെ വിമർശിക്കുന്നതിനപ്പുറം തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ വിഷയത്തിൽ സ്വന്തം പാർട്ടിയിലെ ആശയഭിന്നത എങ്ങനെ പരിഹരിക്കുമെന്നോ സ്വന്തം നിലപാട് എന്താണെന്ന് വ്യക്തമാക്കാനോ റോംനിക്ക് കഴിഞ്ഞിട്ടില്ല. വിദേശ നയങ്ങളിൽ ഒബാമയോട് വാദിച്ചു ജയിക്കാൻ റോംനിക്ക് കഴിയില്ലെന്നതാണ് ഡെമോക്രാറ്റ് പക്ഷം കണക്കുകൂട്ടുന്നത്. വീണ ജോർജ്, ഇന്ത്യ വിഷൻ, ന്യൂയോർക്ക്.